每秒18米 ，fastest speed. Underneath, another one on the top to fill. ഹായ്, എൻ്റെ ചൈന യാത്രയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞങ്ങൾ താമസിക്കുന്നത് ഷാങ്ഹായിലെ ഹോങ്കിയാവോ ജിൻജിയാങ് ഹോട്ടലിലാണ്. വ്യത്യസ്ത ശൈലികളിലുള്ള 500-ലധികം മുറികളുള്ള ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലാണിത്. ഇന്ന് ഞങ്ങൾ ഷാങ്ഹായിലെ ചില സ്ഥലങ്ങളാണ് സന്ദർശിക്കുന്നത്. രാജഭരണം, ദാർശനിക പരിണാമം, അഗാധമായ സാംസ്കാരിക സംഭാവനകൾ എന്നിവയാൽ രൂപപ്പെട്ട സഹസ്രാബ്ദങ്ങളായി നെയ്തെടുത്ത സങ്കീർണമായ ഒരു തിരശീലയാണ് ചൈനയുടെ ചരിത്രം. കോമ്പസ്, പേപ്പർ നിർമ്മാണം തുടങ്ങിയ പുരാതന കണ്ടുപിടുത്തങ്ങൾ മുതൽ വൻമതിലിന്റെ നിർമ്മാണം വരെ വ്യാപിച്ചു കിടക്കുന്ന ചൈനയുടെ വികസനം അതിന്റെ പ്രതിരോധ ശേഷിയും നൂതനത്വവും പ്രതിഫലിപ്പിക്കുന്നു. കൺഫ്യൂഷനിസം, ദാവോയിസം, ബുദ്ധമതം എന്നിവയിൽ ആഴത്തിൽ വേരൂന്നിയ രാജ്യത്തിന്റെ സംസ്കാരം സാമൂഹ്യ ഇടപെടലുകളെയും കുടുംബ ബന്ധങ്ങളെയും സ്വാധീനിക്കുന്ന ഐക്യം, പാരമ്പര്യത്തോടുള്ള ബഹുമാനം, കൂട്ടായ്മ എന്നിവയ്ക്ക് ഊന്നൽ നൽകുന്നു. ചൈനയുടെ സാമൂഹിക ജീവിതം സാമ്രാജ്യത്വ കാലഘട്ടങ്ങളിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് ഭരണത്തിലേക്കുള്ള യാത്രയിൽ സാമൂഹിക ഘടനകളിലും മൂല്യങ്ങളിലും ശ്രദ്ധേയമായ മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. ദ്രുതഗതിയിലുള്ള നഗരവൽക്കരണം, സാങ്കേതിക കുതിച്ചുചാട്ടം, വളർന്നുവരുന്ന മധ്യവർഗം എന്നിവ പ്രദർശിപ്പിക്കുന്ന ആധുനിക ചൈന വൈവിധ്യമാർന്ന ജീവിതശൈലിയും ആഗോള ഏകീകരണവും പരിപോഷിപ്പിക്കുന്നു. അതേസമയം ഭൂതകാലവും ഭാവിയും തമ്മിലുള്ള സന്തുലിതാവസ്ഥയ്ക്ക് കോട്ടം വരുത്താതെ രാജ്യം അതിന്റെ സമ്പന്നമായ പൈതൃകത്തെയും പാരമ്പര്യങ്ങളെയും കാത്തുസൂക്ഷിക്കുന്നു. ഷാങ്ഹായിയുടെ ചരിത്രം ഒരു ചെറിയ മത്സ്യബന്ധന നഗരത്തിൽ നിന്ന് ഒരു ആഗോള മഹാനഗരത്തിലേക്കുള്ള പരിവർത്തനത്തിന്റെ യാത്രയാണ്. 19ഉം 20ഉം നൂറ്റാണ്ടുകളിൽ രാജ്യത്തിന്റെ വികസനം കുതിച്ചുയരുകയും വ്യാപാരം, വാണിജ്യം, നവീകരണം എന്നിവയുടെ ഊർജ്ജസ്വലമായ ഒരു കേന്ദ്രമായി നഗരം പരിണമിക്കുകയും ചെയ്തു. പാശ്ചാത്യ ഇളവുകളും ചൈനീസ് പാരമ്പര്യങ്ങളും സ്വാധീനിച്ച നഗരത്തിന്റെ തനതായ സംസ്കാരം വൈവിധ്യമാർന്ന സാംസ്കാരികത പ്രകടിപ്പിക്കുന്ന ഒരു വേദിയാണ്. ഈ വൈവിധ്യം ആധുനികതയ്ക്കും പാരമ്പര്യത്തിനും ഉദാഹരണമായ അതിന്റെ വാസ്തുവിദ്യയിലും പാചകരീതിയിലും കലയിലും പ്രകടമാണ്. തിരക്കേറിയ മാർക്കറ്റുകളും ഫ്രഞ്ച് കൺസഷൻ പോലെയുള്ള ചരിത്രപരമായ അയൽപ്പക്കങ്ങളും അഭിവൃദ്ധി പ്രാപിക്കുന്ന ഒരു നൈറ്റ് ലൈഫ് സംസ്കാരവും കൊണ്ട് ഷാങ്ഹായിലെ സാമൂഹിക ജീവിതം ചലനാത്മകമായ ഒരു സംയോജനമാണ്. ഇന്ന് ഷാങ്ഹായിയുടെ സ്കൈലൈൻ ആധുനികതയെ പ്രതിനിധീകരിക്കുന്നു. എന്നിരുന്നാലും അതിന്റെ പൈതൃക സ്ഥലങ്ങളും സാംസ്കാരിക രീതികളും അവിഭാജ്യമായി നിലകൊള്ളുന്നു. തിരക്കേറിയ നഗര ദൃശ്യങ്ങൾക്കിടയിൽ ശാന്തമായ ഒരു സങ്കേതമായി നിലകൊള്ളുന്ന അതിമനോഹരമായ വാസ്തുവിദ്യയ്ക്കും ആത്മീയ പ്രാധാന്യത്തിനും പേരുകേട്ട ഒരു ക്ഷേത്രമാണ് ഷാങ്ഹായിലെ ജെയ്ഡ് ബുദ്ധ ക്ഷേത്രം. 1882 പണി കഴിപ്പിച്ച ഈ ബുദ്ധ ക്ഷേത്രത്തിൽ മ്യാൻമറിൽ നിന്ന് കൊണ്ടുവന്ന അതിമനോഹരമായ ജേഡ് കല്ലിൽ തീർത്ത 2 ബുദ്ധ പ്രതിമകളുണ്ട്. ഒറ്റക്കല്ലിൽ കൊത്തിയെടുത്ത ഈ പ്രതിമകളിൽ ഏകദേശം 2 മീറ്റർ ഉയരമുള്ള വലിയ പ്രതിമ ശാന്തനായ ബുദ്ധനെ ചിത്രീകരിക്കുന്നു. ചെറിയ പ്രതിമ ബുദ്ധന്റെ ജ്ഞാനോദയ കാല ധ്യാനാവസ്ഥയെ പ്രതിനിധീകരിക്കുന്നു. ഇതുകൂടാതെ ഈ ക്ഷേത്രത്തിന്റെ ഹാളുകൾ മനോഹരമായ മതപരമായ കലാസൃഷ്ടികളും പുരാതന ഗ്രന്ഥങ്ങളും ധ്യാനത്തെ ക്ഷണിക്കുന്ന ശാന്തമായ പൂന്തോട്ടങ്ങളും കൊണ്ട് നിറഞ്ഞതാണ്. ധൂപവർഗത്തിന്റെ സുഗന്ധം തങ്ങി നിൽക്കുന്ന അന്തരീക്ഷത്തിൽ ചടുലമായ ചുവപ്പും സ്വർണവും കൊണ്ട് അലങ്കരിച്ച പരമ്പരാഗത ചൈനീസ് വാസ്തുവിദ്യാ ഘടകങ്ങളും സൂക്ഷ്മമായി രൂപകൽപ്പന ചെയ്ത പൂന്തോട്ടങ്ങളും ശാന്തമായ പ്രതിഫലനത്തിന്റെ ഒരു നിമിഷം വാഗ്ദാനം ചെയ്യുന്നു. ഒരു വെളുത്ത ജേഡ് കല്ലിൽ നിന്ന് കൊത്തിയെടുത്ത വലിയ ഇരിപ്പിടമുള്ള ബുദ്ധൻ ശാന്തതയുടെയും കൃപയുടെയും അഗാധമായ ബോധം പ്രകടമാക്കുകയും അതിന്റെ ശാന്തമായ മുഖഭാവം കാലാതീതമായ ജ്ഞാനം പകരുന്നതായി തോന്നുകയും ചെയ്യുന്നു. ക്ഷേത്രത്തിലൂടെ നടക്കുമ്പോൾ ആരാധകർ തെളിയിക്കുന്ന ധൂപങ്ങളാലും പ്രാർത്ഥനകളാലും സന്യാസിമാരുടെ സൗമ്യമായ ജപങ്ങളാലും സൃഷ്ടിക്കപ്പെടുന്ന ആത്മീയ അന്തരീക്ഷം ഒരു ആത്മപരിശോധനയ്ക്ക് നമ്മളെ പ്രേരിപ്പിക്കുന്നു.
1882 ഷുവാങ്ങു ഭരണകാലത്ത് സ്ഥാപിതമായ ഈ ക്ഷേത്രം ഷാങ്ഹായിലെ മറ്റ് പ്രശസ്തമായ ക്ഷേത്രങ്ങൾക്കൊപ്പം ഒരു പ്രധാന സ്ഥാനം വഹിക്കുന്നു. ക്വിങ് രാജവംശത്തിന്റെ അവസാന കാലത്ത് പുട്ടുബോ പർവ്വതത്തിലെ മാസ്റ്റർ ഹ്യൂഗൻ 5 ജേഡ് ബുദ്ധകളെ മ്യാൻമറിൽ നിന്ന് കൊണ്ടുവന്നു. പുട്ടുബോ പർവ്വതത്തിലേക്കുള്ള അദ്ദേഹത്തിന്റെ മടക്കയാത്രയിൽ അവയിൽ 2 അദ്ദേഹം ഷാങ്ഹായിൽ ഉപേക്ഷിച്ചു. ജെയ്ഡ് ബുദ്ധക്ഷേത്രത്തിന്റെ നിലവിലെ ലേഔട്ട് 2 പ്രധാന വിഭാഗങ്ങൾ ഉൾക്കൊള്ളുന്നു. യഥാർത്ഥ ക്ഷേത്രത്തെ ഉൾക്കൊള്ളുന്ന മുൻവശത്തെ മുറ്റവും ജുഗിൻ ഡാലി എന്നറിയപ്പെടുന്ന മൾട്ടി ഫംഗ്ഷണൽ കെട്ടിടം ഉൾക്കൊള്ളുന്ന പിൻമുറ്റവും. ഗ്രാൻഡ് ആർച്ച് വേ, ഹാൾ ഓഫ് ദ ഹെവൻലി കിങ്സ്, മഹാവീര ഹാൾ, ജേഡ് ബുദ്ധൻ സ്ഥിതി ചെയ്യുന്ന വിസ്ഡം അറ്റൈൻമെന്റ് ചേംബർ തുടങ്ങിയ വാസ്തുവിദ്യാ വിസ്മയങ്ങളാൽ മുൻവശത്തെ മുറ്റം അലങ്കരിച്ചിരിക്കുന്നു. പിൻമുറ്റത്ത് വൈവിധ്യമാർന്ന ജുഖിൻ കെട്ടിടമുണ്ട്. അവിടെ വിവിധ രാജവംശങ്ങളിൽ നിന്നും സമ്മാനിച്ച സാംസ്കാരിക അവശിഷ്ടങ്ങളും വിലയേറിയ പുരാവസ്തുക്കളുടെ ശേഖരവുമുണ്ട്. തങ്ങളുടെ ആഗ്രഹങ്ങൾ വർഷത്തിലെ ആദ്യ ധൂപകലശത്തോടെ സഫലമാകുമെന്ന പ്രതീക്ഷയിൽ ചാന്ദ്ര പുതുവർഷത്തിന്റെ ആദ്യ ദിവസം ആദ്യത്തെ ധൂപം കത്തിക്കുന്നതാണ് ക്ഷേത്രത്തിലെ ശ്രദ്ധേയമായ സംഭവങ്ങളിലൊന്ന്. ഗ്രൂപ്പ് വിസയിലുള്ള വിനോദസഞ്ചാരികൾ ചില ഫാക്ടറികളും സർക്കാർ എംപോറിയങ്ങളും സന്ദർശിക്കേണ്ടത് നിർബന്ധമാണെന്നും അങ്ങനെ ചെയ്തില്ലെങ്കിൽ പിഴകൾ ലഭിക്കാമെന്നും ഞങ്ങളോട് പറഞ്ഞ പ്രകാരം ഞങ്ങളുടെ ഇന്നത്തെ ഷെഡ്യൂളിൽ ഒരു സിൽക്ക് ഫാക്ടറി സന്ദർശനമുണ്ട്. അങ്ങനെ ഞങ്ങളിപ്പോൾ സുഖാൻ സിൽക്ക് ഫാക്ടറിയിലാണ്. സിൽക്ക് ഉൽപാദനത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന വിവിധ ഘട്ടങ്ങളും അതിന്റെ ഗുണങ്ങളും വിശദീകരിക്കുന്നതിലും ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ഞങ്ങളിൽ ചിലരെ പ്രേരിപ്പിക്കുന്നതിലും ഡെമോൺസ്ട്രേറ്റർ ആയ പെൺകുട്ടിയുടെ കഴിവ് അപാരം തന്നെയായിരുന്നു. One moisture proof. Cool in summer, warm in winter. Yeah. One is underneath, another one on the top to feel. Okay, open your eyes. Wow, you did a good job. Congratulations, you may get job here. പുതപ്പുകൾ, ബെഡ്ഷീറ്റ്, ഡ്രസ് മെറ്റീരിയലുകൾ, ആക്സസറികൾ തുടങ്ങി നിരവധി ഉൽപ്പന്നങ്ങൾ പ്രദർശനത്തിനുണ്ട്. ഇതൊരു ബിസിനസ് പ്രചാരണമല്ലാതെ മറ്റൊന്നുമല്ല എന്ന് മനസ്സിലാക്കാൻ വലിയ പ്രയാസമൊന്നും ഉണ്ടായില്ല. പ്രാദേശിക ഗൈഡുകൾക്ക് കുറച്ച് കമ്മീഷൻ ലഭിക്കുന്നുണ്ടാകാം. ചൈനയുടെ ഓർമ്മയ്ക്കായി 6000 രൂപ വിലയുള്ള ഒരു സിൽക്ക് പുതപ്പ് ഞാനും വാങ്ങി. നാളെ ഇനി ഒരു ജെയ്ഡ് ഫാക്ടറിയാണ് സന്ദർശിക്കേണ്ടത്. സിൽക്ക് ഫാക്ടറി സന്ദർശനം കഴിഞ്ഞപ്പോൾ ഉച്ചഭക്ഷണത്തിനുള്ള സമയമായി. റെസ്റ്റോറന്റിലേക്കുള്ള യാത്രയിൽ ലതിക ടീച്ചറിന്റെ പാട്ടുകൾ ഞങ്ങളെ ഒരു ഗൃഹാതുര ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. മന്ത്രം ചൊല്ലി തന്നോ പൊന്നിൻകണികൾ ലാ 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 ലാ. ഉച്ചഭക്ഷണം ചൈനീസ് രീതിയിലുള്ളതായിരുന്നു. ചോപ്സ്റ്റിക്സ് ഉപയോഗിച്ച് കഴിക്കുന്നതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. ചൈനീസ് റെസ്റ്റോറൻറ്റുകളിൽ കുടിക്കാൻ വെള്ളം തരികയില്ല എന്നതാണ് ഒരു രസകരമായ കാര്യം. പകരം കൊക്കക്കോളയോ ബിയറോ ആണ് തരുന്നത്. 128 നിലകളും 632 മീറ്റർ ഉയരവുമുള്ള ഒരു മെഗാ ടോൾ അമ്പരചുംബിയാണ് ഷാങ്ഹായ് ടവർ. ഇത് ചൈനയിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടവും ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ 3ാമത്തെ കെട്ടിടവുമാണ്. ഓഫീസ്, റീറ്റെയിൽ, വിശ്രമവേളകൾ എന്നിവയ്ക്കായി വിഭജിച്ചിരിക്കുന്ന 9 വ്യത്യസ്ത സോണുകൾ ഇതിലുണ്ട്. ലോകത്തിലെ ആദ്യത്തെ അടുത്തടുത്ത് സ്ഥിതി ചെയ്യുന്ന 3 സൂപ്പർ ടോൾ കെട്ടിടങ്ങളിൽ ഏറ്റവും ഉയർന്ന കെട്ടിടമാണിത്. ജിൻ മാവോ ടവറും ഷാങ്ഹായ് വേൾഡ് ഫൈനാൻഷ്യൽ സെന്ററുമാണ് അടുത്തുള്ള മറ്റ് 2 ടവറുകൾ. 2028 നവംബറിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ച് 2014 സെപ്റ്റംബറിൽ പണി പൂർത്തിയായ ടവർ 2015 ഫെബ്രുവരിയിൽ പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. നിരീക്ഷണ ഡെക്ക് 2016 ജൂലൈയിലാണ് സന്ദർശകർക്കായി തുറന്നുകൊടുത്തത്. ഏകദേശം $240 കോടി നിർമ്മാണ ചെലവുള്ള ഈ ടവറിലെ മണിക്കൂറിൽ 74 കിലോമീറ്റർ സ്പീഡുള്ള മോഡലുകൾ ഉൾപ്പെടെ ടവറിന്റെ 149 എലിവേറ്ററുകളെല്ലാം മിത്സുബിഷിയാണ് വിതരണം ചെയ്തത്. ആധുനിക എഞ്ചിനീയറിംഗ്, വാസ്തുവിദ്യാ വിസ്മയങ്ങളുടെ ഒരു വിസ്മയകരമായ സാക്ഷ്യമായി ഷാങ്ഹായ് ടവർ നിലകൊള്ളുന്നു. 2073 അടി ഉയരത്തിൽ മേഘങ്ങളെ തുളച്ചു കയറുന്ന ഈ അതിമനോഹരമായ അമ്പരചുംബി അമ്പരപ്പിക്കുന്ന ഉയരത്തിലെത്തുന്നു. അതിന്റെ പിരിഞ്ഞിരിക്കുന്ന രൂപം കേവലം സൗന്ദര്യശാസ്ത്രത്തിന്റെ ഒരു നേട്ടം മാത്രമല്ല, കാറ്റിന്റെ പ്രതിരോധത്തിലും ഘടനാപരമായ സ്ഥിരതയിലും സഹായിക്കുന്ന ഒരു പ്രായോഗിക ലക്ഷ്യം കൂടിയാണിത്. നൂതനമായ ഗ്ലാസ് ജനലുകൾ വിശാലമായ മഹാനഗരത്തിന്റെ പനോരമിക് വിസ്റ്റകൾ നൽകുന്നു. ഈ ടവർ ഷാങ്ഹായിയുടെ
സ്കൈലൈനിന്റെ ഒരു പ്രതീകം മാത്രമല്ല, ഇത് നഗരത്തിന്റെ അഭിലാഷത്തിന്റെയും നവീകരണത്തിന്റെയും പ്രതീകമാണ്. കൂടാതെ മനുഷ്യന്റെ ചാതുര്യത്തിന്റെ തെളിവുമാണ്. നാളെ ഞങ്ങൾ ബീജിംഗിലേക്ക് പോവുകയാണ്. ബുള്ളറ്റ് ട്രെയിനിലാണ് യാത്ര. ചൈനയുടെ ചരിത്രത്തിന്റെ കഥകൾ ധാരാളം പറയാനുള്ള ബീജിംഗിലെ കാഴ്ചകൾക്കായി കാത്തിരിക്കുക.